കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണ്. എത്രയോ പുതിയ നിർമ്മാണങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ദൃശ്യമായ വികസന പ്രവർത്തനം ശരിയാണ്. നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചുകൾ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലുണ്ട്. അതിന് ഉദാഹരണം തന്നെയാണ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ്. കൊള്ളാം, മന്ത്രി പറഞ്ഞത് ഞങ്ങൾ അന്ന് കേട്ടു. നിങ്ങളില്ലേ എന്റെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. എന്റെ അമ്മച്ചിയും കൊണ്ട് ഞാൻ ആശുപത്രി പോയത്. നിങ്ങൾ ആരൊക്കെ അവിടെ പോയിട്ടുണ്ട്? അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യും കേട്ടോ. നിങ്ങൾ ആരൊക്കെ പോയിട്ടുണ്ട്, നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഞാൻ പോയപ്പോഴുള്ള അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ അമ്മച്ചിയെ കൊണ്ട് അവിടെ പോയി കിടന്ന് എന്തെങ്കിലും ഒരു ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ അപ്പുറത്തെ ബിൽഡിങ്ങിലും അപ്പുറത്ത് പോകണം, ഒരു താഴെ ഇറങ്ങി അവിടുന്ന് കുറെ ദൂരം നടന്നിട്ട് വേണം അവിടെ കൊണ്ടുപോയി ഇത് കൊടുത്ത് അവിടുന്ന് പിന്നെ ഇത് മേടിച്ചുകൊണ്ട് വരണം. ഒത്തിരി നമുക്ക് നടക്കണം. അത് മാത്രമല്ല, ഇവിടെ എന്തെങ്കിലും ഇരുത്തിക്കൊണ്ട് പോകണ ട്രോളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെഡോ ഇതൊക്കെ കിട്ടണമെങ്കിൽ തന്നെ വലിയ പാടാണ്. അപ്പൊ ഈ പറയുന്ന മന്ത്രി പറഞ്ഞ പോലുള്ള ആ വികസനം നമ്മൾ അവിടെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു അച്ചടക്കം വേണം, ഒരു എല്ലാത്തിനും ഒരു ഇത് വേണം. ഇന്ന സ്ഥലത്ത് തൊട്ടടുത്തോ അതിനോട് ചേർന്ന് തന്നെ ഇത് ടെസ്റ്റിംഗ് പരിശോധന കേന്ദ്രം അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ചെല്ലുന്ന പാവപ്പെട്ടവർക്ക് ഉപകാരമാകും. അല്ലാതെ ഇവന്മാര് പറയുന്ന പോലെ, ഈ മന്ത്രിമാര് പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. പാവപ്പെട്ടവർ അവിടെ ചെന്ന് നരകിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇത് നല്ല രീതിയിലൊക്കെ ആക്കി കൊടുത്താൽ ജനങ്ങൾക്ക് അതൊരു ഉപകാരമാവുമല്ലോ. അത് അവർക്ക് വേണ്ട. അവർക്ക് എന്താണ്, അവർക്ക് എല്ലാവരെയും പ്രൈവറ്റിലോട്ട് വിടണം, അവിടെ നിന്ന് പൈസ കിട്ടണം. ഇത് തന്നെയാണ് മന്ത്രിമാരുടെ ആയാലും ഇതൊരു ബിസിനസ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്നലെ ഈ മെഡിക്കൽ കോളേജിൽ സംഭവിച്ച കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. വളരെ വിഷമമുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ സ്വന്തം മകളെ ന്യൂറോ സർജറിക്ക് വേണ്ടി അവിടെ കൊണ്ടുവന്നതാണ് ഈ ബിന്ദു എന്ന് പറയുന്ന അമ്മയും അതോടൊപ്പം തന്നെ അവരുടെ ഭർത്താവും. അവിടെ കൊണ്ടുവന്നു ഈ കുട്ടിയെ നല്ല രീതിയിൽ ചികിത്സിച്ച് സുഖപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ പോകാമെന്നുള്ള ഒരു പ്രതീക്ഷകൾ കൊണ്ട് അവിടെ എത്തിയതാണ്. പക്ഷെ എന്താണ്, ഈ പറയുന്ന ബിന്ദു ഒന്ന് കുളിക്കാനായിട്ട് ബാത്റൂമിൽ പോയതാണ്. 14ാമത്തെ വാർഡിലെ 3ാമത്തെ നിലയിലത്തെ ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ചതേ ഉള്ളൂ. ആ ഒരു തെറ്റ് ആ പറയുന്ന ബിന്ദു എന്ന് പറയുന്നവർ ചെയ്തോളൂ. ആ സമയത്ത് ആ കെട്ടിടം തകർന്നു വീണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഈ ഒരു സംഭവം നടക്കുന്നത് രാവിലെ 10:30-ക്കാണ്. 11 മണിയായപ്പോൾ നാട്ടുകാർ പറഞ്ഞു 3 പേർക്ക് പരിക്കുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും മന്ത്രിമാര് വന്നിട്ട് പറഞ്ഞു ഇവിടെ ആരുമില്ല, ഇവിടെ ഒരു മനുഷ്യനുമില്ലായിരുന്നു, ഇത് പൂട്ടിക്കെട്ടുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാസവനും അതോടൊപ്പം തന്നെ നമ്മുടെ വീണ ജോർജും കൂടെ അവിടെ എത്തി. പുള്ളിക്കാരി അവർ രണ്ടും പറഞ്ഞു ഇവിടെ ആരുമില്ല, അത് പൂട്ടിക്കെട്ടി അങ്ങ് വെച്ചിരിക്കുകയായിരുന്നു എന്ന്. എന്നാൽ അതായിരുന്നു അവസ്ഥ. അവിടെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തേക്ക് മന്ത്രിമാര് ഇവരൊക്കെ പിന്നെ എന്ത് തേങ്ങക്കൊലയാ കൊലത്തുനിന്ന് അവർ പിടുത്തവും കിട്ടുന്നില്ല. എന്താണ് ഇവർ ഉണ്ടാക്കുന്നത്? പാവം പിടിച്ച് അവിടെ പോകുന്നില്ലെന്ന് അവിടെ സൂപ്രണ്ട് പറഞ്ഞു പോലും. എടാ പോയിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുമ്പോൾ ഇവർ പറയാ പോയിട്ടില്ല എന്ന്. അല്ല, ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിൽ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നോക്കിക്കോണം, 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവര് ഏതാണ്ടങ്ങ് ഞങ്ങൾ പറഞ്ഞിട്ടാണ് JCB വന്നതെന്നൊക്കെ പറയുന്നു. എടാ, ഒരു മന്ത്രിയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ അവരെ വിളിച്ചു വരുത്തി, എടാ ഇതിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ചെയ്യണം. അത് ചെയ്യാതെ 2 മന്ത്രിമാർ അവിടെ ഉണ്ടായിരിക്കെ ഇത് ലേറ്റ് ആക്കിയത് 2.5 മണിക്കൂറാണ്. അത് ഈ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു JCB കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്താണ്? അപ്പൊ ഇവര് അതിനകത്ത് കാണിച്ച ഒരു മെല്ലപ്പോക്ക്, അതാണ് ഈ പറയുന്ന അമ്മയുടെ ജീവൻ എടുത്തത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇവിടെ മനുഷ്യന്റെ ജീവന് പുല്ല് വിലയാണ് ഇവർ കൽപ്പിച്ചത്. എന്റെ പൊന്നും മന്ത്രിമാരെ, നിങ്ങൾക്ക് വോട്ട് തരുന്നതും ഈ ജനങ്ങളാണ്. അപ്പൊ ഈ ജനങ്ങളുടെ ജീവന് കുറച്ചെങ്കിലും വില കൽപ്പിക്കണം കേട്ടോ. അല്ലാതെ നിനക്കൊക്കെ വോട്ട് മാത്രം മതിയെന്നുള്ള ചിന്താഗതിയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോകും. ഇത് നിങ്ങൾ കണ്ടോ, ഇതാണ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇതിന്റെ അകത്താണ് രോഗികളുള്ളത്. 1-2 രോഗികളല്ല. അവിടെ പോയവർക്ക് അറിയാം, ഇഷ്ടംപോലെ രോഗികളുണ്ട്. ഇവരൊക്കെ കിടക്കുന്നത് ഈ നശിച്ച ഈ താഴെ വീഴാനായിട്ടിരിക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ താഴെയാണ്. അതായത് ഓരോ ബിൽഡിങ്ങിന്റെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഡോക്ടർ വന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടറിനെ എല്ലാവരും ചേർന്നുകൊണ്ട് ആ ഡോക്ടറിനെ പറയാത്തതില്ല. എന്നാൽ എന്താണ് ഈ സത്യാവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ബിൽഡിംഗ് ഒക്കെ മെയിൻ്റെനൻസ് ചെയ്യുന്ന ഒരാള് മുമ്പേ ഇവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവം എന്നൊക്കെ പറയുമ്പോൾ അവരോട് പറയും കുട്ടി തേച്ച് വിട്ടാൽ മതിയെന്ന്. ആ ഒരു അവസ്ഥ അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കി. പൊട്ടിപ്പൊളിഞ്ഞ് തന്നെയായിരുന്നത്. അപ്പൊ അന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സാരമില്ലെന്നും പറഞ്ഞ് വിടുക. അല്ലെന്ന് ഇതിനും നേരത്തെ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പെയിന്റിങ്ങിന്റെ ഒക്കെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഇത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുമ്പോൾ കാണിക്കുമ്പോൾ അതൊക്കെ കുറെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഓട്ടം അടച്ചങ്ങ് പോവുകയുള്ളായിരുന്നു. ആളുണ്ടായിരുന്നു. മന്ത്രിമാര് വന്നിട്ട് പറഞ്ഞ എന്താണ്, ഇത് അടച്ചിട്ടിരുന്നതാണ്, ഇതിന്റെ അകത്ത് ആരും ഇല്ലായിരുന്നു എന്നാണ് ഇവര് കണ്ടുപിടിച്ചതും ഇവര് ഫസ്റ്റ് വന്നിട്ട് മീഡിയക്കാരോട് പറഞ്ഞത്. എന്നാൽ ഇവര് മുകളിലൊന്നും പോയിട്ടില്ല, താഴെ നിന്നുകൊണ്ട് തന്നെ പറയുകയാണ് ഇത് അടച്ചിട്ടിരുന്നായിരുന്നു. അവരവന്ന് കൈ കഴുകാനായിട്ട് അങ്ങ് ശ്രമിച്ചു. എന്നാൽ അതായിരുന്നു അവസ്ഥ. ഞാൻ പറഞ്ഞുതരാം. ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നല്ലോ, അടച്ചിട്ടിരുന്നതാണ്.
ഇത് അപ്പുറത്ത് വാടപ്പുറത്താ. ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കൊണ്ട് ഡംപ് ചെയ്തിരുന്ന. അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് മന്ത്രി ന്യായീകരിക്കുകയാണ്. ആ ന്യായീകരിക്കുന്ന സമയത്ത് പോലും ആ കെട്ടിടത്തിന്റെ അടിവില് ഒരു ജീവനുണ്ട്. അവരെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കും എന്നുള്ള പ്രതീക്ഷകൾ കൊണ്ട് അവരവിടെ കിടക്കുകയായിരുന്നു. എന്നിട്ട് പോലും ഇവിടെ കിടന്ന് ന്യായീകരിക്കുക. അവിടെ ആരും ഇല്ലായിരുന്നു, അവിടെ അത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു, ചുമ്മാ വേസ്റ്റ് കൊണ്ടുവെക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു എന്നൊക്കെ ഇവർ പറയുകയാണ്. എന്നാൽ അങ്ങനെ ആയിരുന്നോ? അവിടെ ആ ബാത്റൂം ഉപയോഗിക്കുന്നതായിരുന്നു എന്നും അവിടെ ആളുകൾ ഉണ്ടായിരുന്നു, കുളിക്കാനായിട്ട് പോയവരുണ്ട്, അന്ന് പോയവരുണ്ട്, തലേദിവസം പോയവരുമുണ്ട്. എന്നിട്ട് എന്തിനാണ് ഈ കള്ളത്തരം പറഞ്ഞത്? ആരെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഈ കള്ളത്തരം പറയുന്നു? അവിടെ രക്ഷപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു, അവരോട് ചോദിക്കണമായിരുന്നു. നിങ്ങൾ ഇവിടെ ആണോ കുളിച്ചത്, ഈ ബാത്റൂം ഉപയോഗിച്ചിരുന്നോ എന്ന് അവിടുത്തെ രോഗികളോട് ചോദിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ ആയിരുന്നു എന്ന് പറഞ്ഞേനെ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം കുറച്ചുകൂടെ വേഗമാക്കാമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ വന്നിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് വലിയ ന്യായീകരണമാണ്. എന്തായാലും അവിടുത്തെ രോഗികൾ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി. അപ്പൊ ഈ മന്ത്രിയൊക്കെ എന്തിനാ? ഇതൊക്കെ പോയി ഒന്ന് അന്വേഷിച്ചുകൂടെ? അവിടെ നിന്ന് നോക്കിക്കൂടെ? അവിടുത്തെ പിന്നെ സൂപ്രണ്ട് വന്നിട്ട് പിന്നെ വലിയ എല്ലാം ഏറ്റെടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവനൊക്കെ ഏറ്റെടുക്കാനുള്ള കാരണം ഇതാണ്. പോയപ്പോ ഒന്ന് പറഞ്ഞു. എന്തായാലും അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കി. അതിന്റെ അടുത്തില്ലായിരുന്നു ഞങ്ങൾ പിന്നെ പറ്റിപ്പോയി. ഞങ്ങൾക്ക് പിന്നെ പറ്റിപ്പോയി ആരും ഉത്തരവാദിത്വം പറയും, സമാധാനം പറയും. ആ ബാത്റൂമിൽ കയറി കൈ കഴിച്ച് ഇറങ്ങി ഞാൻ ഒരു സെക്കൻഡ് ഇങ്ങ് മാറി നേരം കൊണ്ടാണ് അത് താഴോട്ട് വീണത്. അന്നേരം ആ പുറകോട്ട് തടിച്ച് വീഴുന്നത്. അല്ലെങ്കിൽ ഞാനും അതിനകത്തായി പോയേനെ. കണ്ടോ, ഇവർ പറഞ്ഞത് കേട്ടോ? അവരവിടെ ഉണ്ടായിരുന്നു, അവർ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടെന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മന്ത്രി നേരെ കടകം അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ ന്യായീകരിക്കാൻ തുടങ്ങി. JCB കൊണ്ടുവന്നതിന്റെ പാട്, പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയതിന്റെ പാട്, ഇത് പിന്നെ 2013 കണ്ടതാണ്, എന്നിട്ട് ഞങ്ങളാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ 9 വർഷം കൊണ്ട് ഇവർക്ക് ഇത് പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ അവിടെ പോട്ട് ഇങ്ങനെ ഒരു അപകട സാധ്യതയുള്ള മേഖലയാണ്, അത് ഉപയോഗിക്കാത്ത സ്ഥലമാണെങ്കിൽ അവിടെ ഒരു റിബൺ വലിച്ചു കെട്ടുകയോ അല്ലെങ്കിൽ അതൊന്ന് തടഞ്ഞു വെക്കുകയോ ചെയ്യാൻ പറ്റാത്ത ഒരു സാമാനത്തെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇരുന്നിട്ട് ന്യായീകരിക്കരുത് എന്റെ പൊന്നു മന്ത്രി. എന്തായാലും മന്ത്രിയുടെ ന്യായീകരണം അങ്ങോട്ട് പോരട്ടെ. JCB അവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ ഉള്ളിലുള്ള ഒരു ഭാഗമായിരുന്നത് കൊണ്ട് അവിടെ ഒരു ഗ്രില്ല് പോലെയുള്ളത് അത് കട്ട് ചെയ്തിട്ട് വേണമായിരുന്നു കൊണ്ടുവരാൻ. പക്ഷെ അതും കട്ട് ചെയ്ത് JCB അവിടേക്ക് എത്തിച്ചാണ്. ഇവിടെ വന്ന് കണ്ട രംഗം വെച്ച് ഞങ്ങൾ ആദ്യം ചെയ്ത് ഞാൻ ഫയർഫോഴ്സിന്റെ ഡിസ്ട്രിക്ട് ഓഫീസർ ഇന്ത്യ ഓഫീസറിനെ വിളിച്ചു വരാൻ പറഞ്ഞു. നിങ്ങൾ അടിയന്തരമായിട്ട് ഇത് മാറ്റാൻ ആവശ്യമായ ഇഷ്ടാച്ചി കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊണ്ട് ഞാൻ അല്ല, അടിയന്തരമായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ JCB കൊണ്ടുവരാൻ. നിങ്ങൾ വന്നതിന് ശേഷം എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം തന്നെ തുടങ്ങിയത്? അപ്പൊ പിന്നെ എവിടെ നിങ്ങൾ അടിയന്തരമായിട്ട് ഉണ്ടാക്കിയത്? ഒന്നുമില്ല, ചുമ്മാ തള്ളി മറിക്കുകയാണ്. ഇവര് വന്ന് കുറെ നേരം കഴിഞ്ഞിട്ടാണ്. അതുവരെയും ഈ പറയുന്ന ബിന്ദു എന്ന് പറയുന്ന ആ അമ്മ ആ ബിൽഡിങ്ങിന്റെ ആ പിന്നെ കോൺക്രീറ്റിന്റെ അടിയിലാണ്. ഒരു പ്രാണവായുവിന് വേണ്ടി ആ അമ്മ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതായിരുന്നു. എന്നിട്ട് പോലും ഇതുങ്ങള് വന്ന് അവിടെ നിന്ന് മീഡിയയുടെ മുമ്പിൽ വലിയ വാചം അടിച്ച് അവിടെ നിന്ന് വല്ല ഞങ്ങൾ മുമ്പേ വന്നു ഓടി വന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മെഴുകിയതല്ലാതെ അന്നേരം കൃത്യമായിട്ട് പെട്ടെന്നൊരു JCB വരട്ടെ. ഇത് കോട്ടയം എന്ന് പറയുന്ന ജില്ല പെട്ടെന്നൊരു JCB കിട്ടത്തില്ലേ? പെട്ടെന്ന് വണ്ടികൾ കൊണ്ടുവന്ന് ഇതൊന്ന് പരിശോധിച്ച് അതിന്റെ കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ ഇവരെ കൊണ്ട് കഴിയത്തില്ലേ? കഴിയുമായിരുന്നു. എന്നിട്ടും ഇവരത് ചെയ്തില്ല. എന്നിട്ട് ഇതിന്റെ അകത്ത് ആളുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പ്ലേറ്റ് തിരിച്ച് ന്യായീകരണം കൊണ്ട് വരിക. നിങ്ങളുടെ ന്യായീകരണ ക്യാപ്സൂൾ ഒന്നും ഇവിടെ ചെലവാകില്ല. വരാൻ പറഞ്ഞു. നിങ്ങൾ അടിയന്തരമായിട്ട് ഇത് മാറ്റാൻ ആവശ്യമായ ഇഷ്ടാച്ചി കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊണ്ട് ഞാൻ അടിയന്തരമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യിച്ച് അങ്ങനെയാണ് പെട്ടെന്ന് സാധനം. അല്ല, അതുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞത്. ഞങ്ങൾ വന്നിട്ടാണ് ചെയ്യിച്ചേ. കേട്ടല്ലോ, അങ്ങനെ ന്യായീകരിച്ച് ഇവരങ്ങ് പോട്ടെ. നിങ്ങൾ ന്യായീകരിച്ച പിന്നെ ഇരുന്നു. പൊട്ട ജനങ്ങൾ, വിഡ്ഢികളായിട്ടുള്ള ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. ഇത് എല്ലാവന്മാരുടെയും കണക്കാകട്ടോ, ഒരുത്തനും ഇല്ല. ഈ പറയുന്നവന്മാരൊക്കെ ഈ പറയുന്ന പാവം ജനങ്ങളെ വഞ്ചിക്കുകയല്ലാതെ ഒന്നും നീ ചെയ്യത്തുമില്ല. അത് അങ്ങനെ തന്നെയാണ്. കാരണം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള ഒരു ആളെന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ടും അറിയാം അവിടുത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് ഇത് പറയുന്നത്. പിന്നെ ഈ പറയുന്നവർ പറഞ്ഞല്ലോ അവിടെ ആരുമില്ലായിരുന്നു, അവിടെ ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്ന്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കി. ഇദ്ദേഹം കണ്ടോ, കാല് വയ്യാതെ അവിടെ കിടക്കുക, ഹോസ്പിറ്റലിൽ കിടന്ന ആളിന്റെ ദേഹത്തേക്കാണ് ആ പൊടിയും ഇതൊക്കെ വീണിരിക്കുന്നത്. അപ്പൊ അവിടെ ആരും ഇല്ലാതിരുന്നെന്ന് പറയുന്ന കാര്യം പച്ച കള്ളമല്ലേ എന്റെ പൊന്നുമന്ത്രി? അവിടെ നിങ്ങൾ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഈ സൂപ്രണ്ട് ആയിക്കോട്ടെ, അവിടുത്തെ ഡോക്ടർമാരായിക്കോട്ടെ, ഇവർക്കൊക്കെ എന്നാ തേങ്ങാപ്പൊലി പണിയാ? എന്നാ പണിയാ അവിടെ? ഇതൊക്കെ ഒന്ന് നോക്കിക്കൂടെ? ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ആരാണ്? ഞങ്ങളെ പോലുള്ള പൊതു കഴുതകളല്ലേ? അപ്പൊ പിന്നെ എന്താണ്? ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ലേ? അതിനാണ് മന്ത്രി ഉള്ളത്. മന്ത്രി ഇതൊക്കെ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. മന്ത്രി എന്ത് ചെയ്യണം? ഇതിനൊക്കെ നോക്കുകയും കാര്യം ചെയ്യണം. പിന്നെ എന്തിനാണ് മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടിരിക്കുന്നത്?
നിങ്ങൾക്ക് നിങ്ങളുടെ എന്തോ കീശ വീർപ്പിക്കാനാണോ? അല്ലല്ലോ. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനാണ് മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കി ജനങ്ങൾ കയറ്റി വിട്ടിരിക്കുന്നത്. അല്ലാതെ ജനങ്ങളുടെ ജീവൻ പോകുമ്പോ വന്ന് ന്യായീകരണ ക്യാപ്സൂൾ വിളമ്പുന്നതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കണ്ടോ അദ്ദേഹത്തിന്റെ അവിടെ കിടക്കുന്ന മണ്ണ് കണ്ടോ? മേളിൽ നിന്ന് വീണതാ സിമെന്റ് പൊടിച്ചു വീണതാ. സിമെന്റും മണലും അതെല്ലാം കൂടെ വീണക്കുന്നതാ അങ്ങയുടെ ദേഹത്ത്. അതിന്റെ പൊടിയാണത്. അദ്ദേഹം അവിടെ കിടക്കുക കാലില് പിന്നെ കമ്പി വിട്ടോണ്ട്. എന്നിട്ട് ഇവര് പറയുക അവിടെ നിന്നും ആരും ഇല്ലായിരുന്നു. വരാന്തകളിൽ വരെയാണ് ജനങ്ങൾ കിടക്കുന്നത്. വരാന്തകളിൽ വരെ അവിടെ നമുക്ക് നടക്കാൻ പോലും സ്ഥലമില്ലാതെ ജനങ്ങള് ഓരോ പേഷ്യന്റിനെ കൊണ്ടും അറ്റൻഡന്റുമാരായാലും അവരൊക്കെ വന്ന് കിടക്കുന്ന അവരുടെ ദയനീയ അവസ്ഥ നേരിട്ട് കണ്ടിട്ടുള്ളവരെന്ന നിലയിൽ ഞാൻ പറയുകയാണ്. ഇങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് കൊടുക്കണം. ഇവിടെ പൊലിഞ്ഞത് ഒരു പാവം അമ്മയാണ്. ഇനി ഈ പറയുന്ന നവോമിക്കും അവനിതിനും അവരുടെ അമ്മയില്ല. ആ കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്ന കരച്ചില് ഇതൊന്നും നിങ്ങളുടെ ചെവി കേൾക്കത്തില്ലയോ എന്റെ മന്ത്രിമാരെ? പലയിടത്തുമുണ്ട്. ചൂരൽമലയില് ഇതുവരെ ആയിട്ടും അവർക്കൊരു സഹായവും എത്തിച്ചിട്ടില്ല. 750-760 കോടി പിന്നെ എല്ലാവരും പിരിച്ചു കൊടുത്തിട്ട് പോലും അതെല്ലാം കീശയിലാക്കി വെച്ചിരിക്കുക. ഇനി എന്ന് പണിത് കൊടുക്കാനാണ് അവർക്ക്? കഴിഞ്ഞ പ്രാവശ്യം അവർ സമരം ചെയ്തു. അതിനുവേണ്ടി ആരും സംസാരിക്കത്തില്ല, ആരും ശബ്ദം ഉയർത്തത്തില്ല. ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്? ജനങ്ങൾക്ക് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അവർക്ക് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്ത് അവർ വായ നടപ്പിച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ? എന്നാൽ സംസാരിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഇവർ കാണിക്കുന്ന നെറുകേടുകൾ സംസാരിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റ് ടൈം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.